നമസ്കാരം. എൻ്റെ ഒരു മധുകരപ്പള്ളി. ഞാൻ ഈ പടത്തിലോട്ട് വന്നേങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ജുനേദ് വഴിയാണ് ഈ സ്ക്രിപ്റ്റിലോട്ട് എത്തിയത്. ഞാൻ വേറെ ഒരു പടം ചെയ്യാൻ വേണ്ടി ഒരു പ്ലാനിലായിരുന്നു. ആ സമയത്താണ് ശ്യാംബാബുവിനെ പരിചയപ്പെടുത്തിയത്. ഞങ്ങൾ തിരുവനന്തപുരത്ത് മീറ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോയി. ശ്യാംബാബു ഒരുപാട് പ്രൊഡ്യൂസർക്ക് കഥ പറഞ്ഞു. കാരണം ഈ സബ്ജക്റ്റ് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കും ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. എങ്ങനെ എൻ്റെ മുമ്പിൽ എത്തി അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ സബ്ജക്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫർദർ ബാക്കിയെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസത്തോടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അഷ്കർ ഭായി അത് സെലക്ട് ചെയ്യാൻ തന്നെ പുള്ളിയുടെ തന്നെ പോലീസ് സ്റ്റോറിക്കാൻ തന്നെ ഒരുപാട് പുള്ളിയായിരുന്നു. പോലീസ് വേഷങ്ങളിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് പുള്ളിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറെ മീറ്റിംഗ് ചെയ്തിരുന്നു. ആ ഒരു ബേസിലാണ് ഞങ്ങൾ പിന്നെ ശരി മധുവായി നമുക്ക് ചെയ്യാൻ എന്ന രീതിയിൽ പുള്ളി കമ്മിറ്റ് ചെയ്ത് ഞാൻ കുറെ ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച് അവരൊക്കെ ചെയ്യാനും പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ വളരെ ഈസിയായിട്ട് തോളോട് തോളി ചേർന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ പറ്റും എന്നൊരു ഒറ്റ വിശ്വാസം കൊണ്ടാണ് അഷ്കർഭായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പടം ഷൂട്ട് കഴിഞ്ഞ് തിയേറ്റർ റിലീസ് ആയതിനു ശേഷം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു. ശ്യാമെന്നാണ് ശ്യാമ എന്ന് പറയുന്ന ഒരു ക്രൈം റിപ്പോർട്ടറാണ്. 10-16 കൊല്ലം ഞാൻ ഫീൽഡിലായിരുന്നു. ഏഷ്യാനെറ്റ് ഒഴികെ മിക്കവാറും ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ മേഡത്തെ ചെറുതായിട്ട് തിരുത്തിയാണ്. സാറ്റയല്ല, സാട്ട. സാട്ട എന്നാണ്. അതായത് ഇതൊരു ലാറ്റിൻ വേർഡാണ് സാട്ട. കേരള പോലീസ് അത് ലാറ്റിനിൽ നിന്ന് കളക്ട് ചെയ്ത വേർഡാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് പോലീസിന്റെ ഒരു കോൺഫറൻസ് നടക്കും. അതായത് DGP, ADGP, DAG മുതൽ ഇനി താഴെ CI വരെയുള്ള ആളുകളുമായിട്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. രാവിലെ 8 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താൽ 9:30 ഇത് അവസാനിക്കുന്നു. ആ സമയത്ത് അതായത് DGP ചോദിക്കും, അതായത് സംസ്ഥാന പോലീസ് മേധാവി പ്രധാനപ്പെട്ട ക്രൈമുകളുടെ വിവരങ്ങൾ ചോദിക്കും. ആ സമയത്ത് ഇതിൽ തീർപ്പാകാത്ത ക്രൈമുകൾ ഏതാണ് എന്ന് കളക്ട് ചെയ്യുകയാണ് ഇവരുടെ രീതി. ഇതാണ് സാട്ട. ഈ സമയത്തുണ്ടായ ഒരു ക്രൈം, അതായത് പരിഹരിക്കപ്പെടാത്ത ഒരു ക്രൈം, അത് ദിവസവും ഈ സാട്ട കോളിൽ ചോദിക്കപ്പെടുന്നു. DGPക്ക് ചോദിക്കേണ്ടി വരും, ഇത് നിങ്ങൾ എന്തുകൊണ്ട് തീർപ്പാക്കുന്നില്ല? ഇതാണ് ഈ സംഭവം. തീർക്കാൻ പറ്റാത്ത ഒരു ക്രൈം. ആ ക്രൈം നടന്നുകൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകണം. ഇത് ശരിക്കും പറഞ്ഞ ഒരൊറ്റ ക്രൈമാണ്. ഞാനത് ഒരു പലതാക്കി മാറ്റി. ഇത് തമിഴ്നാട്ടിൽ ഞാൻ കൊല്ലം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മീഡിയ വണ്ടി ഇരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നടന്നൊരു ക്രൈമാണ്. ആ ക്രൈം പിന്നീട് പരിഹരിക്കാതെ ഇങ്ങനെ നടക്കവേ ആ ക്രൈം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ക്രൈം ചെയ്തു. അയാളുടെ തലയിൽ ഈ ക്രൈം പോയി വീഴും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേക സൈക്കോ സ്വഭാവമുള്ള ഒരു കഥയാണ്. അപ്പൊ ഞാനിത് പലരോടും പോയി കഥ പറഞ്ഞു. അപ്പൊ കഥ കേട്ടപ്പോ പലരും എന്നോട് പറഞ്ഞു, ഇതൊന്നും എന്താ പറയുക, ഇത് നീ കൊറിയൻ ഫിലിം വല്ലതും തട്ടിക്കൊണ്ട് വന്നേന്നൊക്കെ എന്നോട് ചോദിച്ചു. കൊറിയൻ ഫിലിമിന്റെ സ്ക്രിപ്റ്റ് നീ അടിച്ചോണ്ട് വന്നേന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു. പലരും ചിലർക്ക് എന്നെ കളിയാക്കി കിട്ടും, ചിലര് വളരെ കാര്യമായിട്ട് കഥ കേട്ടു. പക്ഷെ ഇതൊന്നും മലയാളം അംഗീകരിക്കില്ല എന്നൊക്കെ ആദ്യം കുറെ പേര് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചില ഉണ്ണിമുഖത്തിന്റെ സിനിമകൾ അത്രയും ഭീകര ക്രൈമൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതൊക്കെ മലയാളികൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇത്രയും ഭീകര ക്രൈമൊക്കെ അംഗീകരിക്കുന്നത് എനിക്കും തോന്നി. പിന്നീട് ഞാൻ പോയി കഥ നമ്മുടെ സഹപ്രവർത്തകനായിട്ടുള്ള ജുനൈദിനോട് പറഞ്ഞു. എന്റെ സഹപ്രവർത്തകനാണ്, ദീർഘകാലം എനിക്ക് സംസാരിക്കണമെന്ന് അറിയില്ല കേട്ടോ, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഞാൻ ജുനൈദിനോട് പോയി കഥ പറഞ്ഞു. ജുനൈദിനോട് കഥ പറഞ്ഞപ്പോ ജുനൈദാണ് പിന്നീട് പറഞ്ഞത്, ഇത് വർക്കൗട്ട് ആകും, ഇത് ഇത്രയും ഭീകരതയുണ്ടെങ്കിലും സംഭവത്തിനകത്ത് നിന്റെ കയ്യിലൊരു ഇതുണ്ട്, അതപ്പോ ശരിയാകുമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു വിശ്വാസത്തിൽ ജുനൈദിന്റെ സ്ക്രിപ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. ജുനൈദ് ഏകദേശം 3 കൊല്ലത്തോടെ സ്ക്രിപ്റ്റുമായിട്ട് പലരുടെ പുറകെ നടന്നു. ഏറ്റവും അവസാനമാണ് മധുശേഖരൻ വന്നത്. അത് എന്തായാലും അത് വർക്കൗട്ട് ആവുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഈ ആൾക്കാരെ എല്ലാരെയും കൂടെ മുഖത്ത് നോക്കുമ്പോൾ ഭയങ്കര പാടാ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും എല്ലാം നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
OPT വന്നിരുന്ന കഥയെക്കുറിച്ച് സംസാരിച്ചൊക്കെ വന്നപ്പോഴേക്ക് എനിക്കും തോന്നി എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു ചിത്രമായിരിക്കും, എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത്. അത് ഇത്രയും നന്നായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഈ ഒരു സബ്ജക്റ്റും ഈ ഒരു പ്രൊജക്റ്റും വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. എല്ലാ മാധ്യമപ്രവർത്തകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. ഈ ഒരു അവസരത്തിൽ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയൊരു ഇങ്ങനൊരു ഫംഗ്ഷനിൽ നിങ്ങൾ എത്തിപ്പെട്ടതിന് ഒരുപാട് നന്ദി. ഈ സാറ്റ അതിനൊക്കെ പ്രശ്നമായ ടൈറ്റിൽ അപ്പോൾ സാറ്റ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓരോ സ്റ്റൈലാണ്. തമിഴിൽ നിന്ന് സാറ്റ എന്ന് പറയും, സാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ സാറ്റ ടൈറ്റിൽ ഒരു സാറ്റ എന്താ ചോദിച്ചോണ്ടിരിക്കും. മഞ്ജുജി ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഡയറക്ടർ ചെറിയ തമിഴ് സ്ലാങ് ഉള്ളതുകൊണ്ട് പുള്ളി സാറ്റ എന്ന് പറയാൻ സാറ്റ മലയാളം പിടിക്കുന്നത് നോക്കിയത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം പറഞ്ഞു തന്നിട്ട് ഡീറ്റെയിൽസ് സാട്ട എന്താണെന്നുള്ളത്. പിന്നെ ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് പല പ്രാവശ്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡയറക്ടർ എന്നോട് ഒരുപാട് പ്രാവശ്യം സംസാരിച്ചു. ഞങ്ങൾ അതിനുശേഷം അമ്മയുടെ വീട്ടിൽ പോയി അതിന് സംസാരിച്ചു. അപ്പോൾ അങ്ങനെയെല്ലാം ഓക്കെ പറഞ്ഞു. അതുപോലെ ഒരു വ്യത്യസ്തതയുള്ള ക്യാരക്ടറാണ് ഇത്. പോലീസ് മാത്രമല്ല, 2 ഗെറ്റപ്പ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. 2 ഗെറ്റപ്പിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇരട്ടയല്ല, 2 ഗെറ്റപ്പ് അല്ലേ? അപ്പൊ എല്ലാവരും ചിത്രം റിലീസാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, റിലീസാകുന്നവരെ പ്രാർത്ഥിക്കുക, റിലീസായതിനു വേണ്ടി കാണുന്നത് വിജയിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു മഞ്ജു. വേറെ ആർട്ടിസ്റ്റുകൾ ഫൈനൽ ചെയ്തിട്ടില്ല. ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഫൈനലാകാത്തതുകൊണ്ടാണ് അവരായിരുന്നു നിങ്ങൾ പേര് വെക്കാത്ത ഒന്നും. അപ്പൊ അഷ്കർ സാറിന്റെ ഡേറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരെ സംസാരിക്കും. ഓരോ ക്യാരക്ടർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എന്നെ അറിയാം, നമ്മൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ് എല്ലാവരും. ഞാൻ ഈ സബ്ജക്റ്റ് ശ്യാമായിട്ടാണ് ആദ്യം സംസാരിച്ചത്. ശ്യാം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ഞാൻ കുറെ നടന്നു, ഒരുപാട് സ്ഥലത്ത് ഞാൻ നടന്നു. അങ്ങനെയാണ് മധുവിൻ്റെ അടുത്ത് എത്തിയത്. മധുവിനെ ഒറ്റൊരു ഇത് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം ഫാസ്റ്റ് ആയിട്ട് പോയി. 3 കൊല്ലം ഇതിന്റെ പുറകെ നടന്നു. 3 വർഷത്തോളം ഇതിന്റെ പുറകെ ഇതായിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പം ഇനി മഴ എങ്ങനെ നോക്കിയിട്ടാണ് ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളും. ഇപ്പൊ മഴ ഔട്ട്ഡോറൊക്കെ ഷൂട്ടുണ്ട്. അപ്പൊ മഴയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് തുടങ്ങുക. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ശ്യാമും എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിലൊരു വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയില്ല, ഉണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കാം, ബാക്കി എവിടെയാവുന്നൊക്കെ നോക്കാം. അപ്പൊ എല്ലാവരുടെ സപ്പോർട്ടും വേണം. മഞ്ചേശിയാണ് നമ്മളെല്ലാം കൂടെ ഉള്ളത്. ഇത് വേറെ ഒന്നുമില്ല. ഓക്കെ, താങ്ക്സ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് സർപ്രൈസ് ആയി പോയി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ കുറിച്ച് പറയാം. ആര്യം മലയാളത്തിൽ ഒരു കൊച്ചുപടം ചെയ്തിട്ടുണ്ട്, 916 കുഞ്ഞൂട്ടൻ. നമ്മൾ ഗിന്നസ് പെട്രോൾ നായകനായ മൂവിയായിരുന്നു അത്. ഇപ്പോ സെക്കൻഡ് പ്രോജക്റ്റിന്റെ വർക്കിലാണ്. സാറ്റ അല്ലെ? സാറ്റ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അഷ്കരോട് ചോദിച്ചതാണ് സാറ്റ എന്താണ് അതെന്നുള്ളത്. ഇപ്പൊ വിശദമായി, അടിപൊളി. എനിവേ, എല്ലാ ടീമിലുള്ള എല്ലാവർക്കും ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. എല്ലാവർക്കും പ്രൊഡ്യൂസേഴ്സ് ആയാലും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ 2 വാക്ക് അഷ്കറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കാം. ഓൺലി 2 words. അഷ്കർ എന്താണെന്നാൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 10-15 വർഷമായി തുടങ്ങിയിട്ട്. തമിഴ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. 2 പടം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് തമിഴില്. അന്ന് ഞാൻ അഷ്കറിനെ നോട്ടീസ് ചെയ്തതാണ്. ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ആളെത്തുന്നുണ്ട്. ആ ക്യാരക്ടർ ഡീപ്പായിട്ട് എത്തി നമുക്കിത് ഇങ്ങനെ ആയാലും എങ്ങനെയായിരിക്കും, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ എന്നുള്ള ആ ഒരു ഫയർ ഉണ്ടല്ലോ, അത് അഷ്കറിലുണ്ട്. സത്യം പറഞ്ഞാൽ അഷ്കറിന് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അഷ്കർ. അത് 100% ഞാൻ പറയാണ്. പിന്നെ
ഉടനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതും ഉണ്ടാവും. അത് ഞാനോട് പറയാറുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം എല്ലാവർക്കും. ശരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ അഷ്കറിന്റെയും പ്രിയപ്പെട്ട സുഹൃത്ത് സുധീർ സുമാറിന് പകരക്കാരനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഈ വേദിയിലേക്ക് ശരിക്കും അദ്ദേഹമാണ് ഇവിടെ ശരിക്കും ആശംസ പറയേണ്ടത്. ട്രാക്കോ സുധീർ സാർ, ട്രാക്കോ സുധീർ അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറഞ്ഞ പുതിയ ദിലീപിന്റെ പടം വരുന്നു, വലിയ ഗംഭീര പടമായിരിക്കും. അഷ്കറെ കുറിച്ച് ഞാൻ പറയേണ്ടത്, കാരണം മലയാള സിനിമയില് ശരിക്കും ഏറ്റവും അധികം അറിയപ്പെടേണ്ട, പേരുകൾ മുഖാന്തരം അറിയപ്പെടേണ്ട വ്യക്തിത്വം. കാരണം മമ്മൂക്കയുടെ പെങ്ങളുടെ മകൻ എന്ന് എവിടെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാത്ത ഒരു മനുഷ്യൻ അല്ലെ. ആ രീതിയിൽ അറിയപ്പെടേണ്ട ആളായിരുന്നെങ്കിൽ എവിടെയോ എത്തിപ്പെടേണ്ട ആളായിരുന്നു. ശരിക്കും ഇദ്ദേഹത്തെ ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് ഈ സിനിമ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് പ്രൊഡ്യൂസേഴ്സിനും ഇദ്ദേഹത്തിനും ഒക്കെ ഒരു അഡ്രസ് ഏർപ്പെടുത്താൻ പറ്റിയ പടമായിരിക്കട്ടെ. ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. ഇദ്ദേഹത്തിലെ കഴിവുകൾ പുറത്തോട്ട് കൊണ്ടുവരാൻ ആര് ശ്രമിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാവരും ആശംസകളും. പടം വിജയിക്കട്ടെ. പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകട്ടെ. ഇതുപോലെ പടങ്ങൾ കിട്ടട്ടെ. എല്ലാവരും ആശംസകളും. താങ്ക് യു.